ആക്രമണം വന്നത് ബോധപൂർവ്വം മനസ്സിലായില്ല. കാരണം വല്ല കാര്യമുള്ള കാര്യമാണ്. പറ, ഒരേ കണ്ടന്റാണ് ഷെയർ ചെയ്യപ്പെടുന്നത് എല്ലായിടത്തും. അതെ, അപ്പോൾ അത് ഗൂഢമായ ഒരു നീക്കമാണെന്നുള്ള വ്യക്തമല്ല. നിങ്ങൾ തന്നെ അത് പറയുന്നുണ്ടല്ലോ. പിന്നെന്താ, ഈ എച്ച് സലാമിനും ആരിഫിനും പ്രതികരിക്കാം, പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ സാർ പറഞ്ഞു, എന്നാലും ജില്ലാ സെക്രട്ടറി പ്രതികരിക്കണം തോന്നി കാണത്തില്ല. എന്താ തെറ്റ്? പ്രതികരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് പറയാൻ എന്താ, എനിക്ക് സംരക്ഷണം തന്നെ. സോഷ്യൽ മീഡിയ എന്റെ ശരീരത്തെ മുറിവുകളൊന്നും പറ്റിയിട്ടില്ല. ഒന്നും പറ്റാനും പോകുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ആരെന്താ പറയുന്നതെന്ന് ഞാൻ നോക്കാറില്ല. ഞാനത് നോക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും എഴുതിയിരിക്കുകയാണ്. അത് കള്ളം പറയല്ലേ? ഒന്ന് പോസ്റ്റ് ഇടുന്നവന് അങ്ങനെ പോസ്റ്റ് ഇടുന്നതിന് ഞാനല്ല. എൻ്റെ മൊബൈലിൽ എന്ത് ചെയ്യും? എൻ്റെ ചെറിയ മൊബൈൽ എന്ത് ചെയ്യും? ആ ചെറിയ മൊബൈലിൻ്റെ പേര് നോക്കിയായിരുന്നു. അതിനകത്ത് ഇതുവല്ലം കിട്ടും. ഞാൻ അതേ ഉപയോഗിക്കുന്നുള്ളൂ. ഞാനതൊന്നും കാണാറുമില്ല. പക്ഷെ എൻ്റെ വൈഫിൻ്റെ മൊബൈലിലുണ്ട്. സിപിഎമ്മിന്റെ ഒരു രീതിയല്ലല്ലോ സാറേ, മുതിർന്ന നേതാക്കളെ അടക്കം ആക്ഷേപിക്കുമ്പോൾ മൗനം പാലിക്കുക എന്നുള്ളത്. സിസ്റ്റർ, ഞാനതല്ല പറഞ്ഞത്. അതിനെപ്പറ്റിയും എനിക്ക് വലിയ നിങ്ങളുടെ മൊബൈലുണ്ടെന്ന് ഇല്ല. ഞാൻ ഒരു പോസ്റ്റ് പോലും ഞാനല്ല പോസ്റ്റ് ചെയ്യുന്നത്. അത് എൻ്റെ വീട്ടിലുള്ളവർ പോസ്റ്റ് ചെയ്തത്. ഞാൻ വെളിയിൽ നിന്ന് ആദ്യം വെച്ചിട്ടില്ല. എനിക്ക് കമ്പ്യൂട്ടർ റൂമില്ല, കമ്പ്യൂട്ടറില്ല, ഒന്നുമില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് അതൊക്കെ ചെയ്യുന്നത്. ആരെ ആക്ഷേപിച്ചൊരു പോസ്റ്റ് എന്ന് വരെ എൻ്റെ മൊബൈലിൽ കാണിച്ചിട്ടുണ്ട്, എൻ്റെ പേരിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ആരെ ആക്ഷേപിക്കാറ്? പൊതുവായ കാര്യങ്ങൾ പറയും, സാമൂഹ്യമായ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബലം. അതുകൊണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്കെന്ത് പറ്റാനാണ്? അത് ന്യൂസ് 18-ലെ ഡിസ്കഷനിൽ അവർ 4 പേരും പറഞ്ഞല്ലോ, ഇത് യൂസുകാരൻ ഒന്നും സംഭവിക്കില്ല, അദ്ദേഹത്തെ വാക്യത്തെ. ന്യൂസ് 18-ൽ ചർച്ച ഉണ്ടായിരുന്നു. 4 പേര് റിപ്പോർട്ടറല്ല, ന്യൂസ് 18-ൽ റിപ്പോർട്ടറല്ലായിരുന്നു. ജയചന്ദ്രനൊക്കെ പങ്കെടുത്തു. ജയചന്ദ്രൻ ഇടതുപക്ഷക്കാരനും CPM-കാരനായിട്ട് പുള്ളി ഇതിനെ വർഷത്തലത്തിനൊക്കെ പറഞ്ഞല്ലോ. കേഡർ സ്വഭാവമുള്ള പാർട്ടിയുടെ രീതിയല്ല. പാർട്ടി എന്ത് പിഴച്ചത്? പാർട്ടി അല്ലല്ലോ. ഇതൊന്നും പാർട്ടിക്ക് ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റും? പാർട്ടി അങ്ങനെ ചെയ്യത്തില്ലല്ലോ. പാർട്ടിയല്ല, പാർട്ടിയായിട്ടൊക്കെ ബന്ധപ്പെട്ടവർ കാണുമായിരിക്കും. കാലത്ത് തന്നെ കാണുമായിരിക്കും. പാർട്ടി നേതാക്കളല്ലേ? നേതാക്കൾക്കെതിരെ ഇങ്ങനെ വിമർശനം വരുന്ന സമയത്ത് നിയന്ത്രിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവര് പാർട്ടി നിയന്ത്രിക്കാൻ പറ്റുന്നവരല്ലെങ്കിലോ? പലരും പാർട്ടി മുഖമുള്ള ആളുകളാണ് സോഷ്യൽ മീഡിയ. ആയിരിക്കാം ചിലരൊക്കെ. എല്ലാവരും ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലരൊക്കെ അടുത്ത കാലത്ത് പാർട്ടി മുഖമല്ല, പാർട്ടിക്ക് വേണ്ടിയാണെന്നും പറഞ്ഞ് ഓരോന്ന് എഴുതി വെച്ച് പാർട്ടിയുടെ പിന്തുണ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അടുത്ത കാലത്തായിട്ട് പൂർണ്ണമായിട്ടും ഈ സൈബർ പോരാളികൾ. അതുകൊണ്ട് അദ്ദേഹം ഒന്നും അതിനെ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞല്ലോ. ഈ അടുത്ത കാലത്തായിട്ട് പാർട്ടി നേതാക്കന്മാരെയും അത്തരം കാര്യങ്ങളെയൊക്കെ ന്യായീകരിക്കുകയും അവരെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ സൈബർ മേഖലയിലാണ്. പറയുന്നത് കേൾക്കുക, ഇതൊന്നും ഞാനൊരൊറ്റ എണ്ണം വായിച്ചിട്ടില്ല. കാരണം എൻ്റെ ചെറിയ നോക്കിയ മൊബൈൽ ഇത് കിട്ടത്തില്ല. പക്ഷെ എൻ്റെ വൈഫിൻ്റെ കയ്യിലതുണ്ട്. അപൂർവമായിട്ട് ചിലത് അവരെന്നെ കേൾപ്പിക്കും. ഞാൻ കൂടുതൽ എടുത്തുള്ളൂ. ഇതൊന്നും ബാധിക്കുന്ന കാര്യമാണ്. ഇതൊന്നും പൊതുജനങ്ങളെ ബാധിക്കുന്നതല്ല. പൊതുജനങ്ങൾ ഇതൊന്നും വായിച്ച് സന്തോഷിക്കത്തില്ല. ഇതൊക്കെ ആൾ മനസ്സിലാക്കിയില്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലേ, 2 വർഷം മുമ്പ് പറഞ്ഞു. പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്നുള്ള ആ നിലപാട് ഇപ്പോഴും സാർ ഉറച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു നീക്കം പൊളിറ്റിക്കൽ ക്രിമിനലിസം ഇല്ലെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ നിഷേധിക്കുക. അതാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് തോന്നുന്നു. പൊളിറ്റിക്സിനകത്ത് ക്രിമിനൽ സ്വഭാവമുള്ള രീതികൾ ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളത് നിഷേധിച്ചോളൂ. ബോധപൂർവമുള്ള അപമാനിക്കലിന് പിന്നിൽ ആ ഒരു ബോധപൂർവ്വം അവമാനിച്ചതല്ല. പ്രത്യേകിച്ച് പറയണോ? ഞാനാണ് പറയണത്. നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുകയല്ലേ നിങ്ങളുടെ ടെലിവിഷനിൽ. ബോധപൂർവ്വം ഈ ഭരണഘടനയെ പറ്റി നമുക്ക് സജീന്ദ്രിയാനാണ് കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞത്. അപ്പം അത് അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരാളാ പറഞ്ഞത്. ഞാനല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹത്തെ പറ്റിയാണെന്ന് വ്യാഖ്യാനമല്ലേ. കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞാൽ ഉടനെ സഹിച്ചറിയാൻ പതിച്ചു കിട്ടിയതാണ് ഈ വാക്കുകൾ. യുവതയിലെ കുന്തവും കുടച്ചക്രവും എന്നാണ്. കവിത ആദ്യം വായിക്കുക. SFI എന്താണെന്നും എന്തായിരുന്നു അതിന് മഹത്തായ ആശയങ്ങൾ എന്താണെന്നും ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് വിപരീതമായി അതിനകത്ത് വന്നിട്ട് ചെയ്യുന്നവരെയാണ് വിമർശിച്ചിരിക്കുന്നത്. SFI അല്ല. നിങ്ങളെല്ലാം കൊടുക്കുന്ന SFI വിമർശിച്ചു. SFI എന്ത് വിമർശിച്ചു? അതിന്റെ മുദ്രാവാക്യം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമാണ്. വിമർശിക്കാൻ പറ്റുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെ തരുകയാണ് മുദ്രാവാക്യം. അത്തരം മഹത്തായ ആശയങ്ങളുടെ വലിയൊരു പ്രസ്ഥാനമാണ്. ഞങ്ങളൊക്കെ തുടക്കത്തിലെ ഉള്ളവരല്ലേ. അപ്പൊ അതിനകത്ത് പലരും ചാടി കയറുന്നുണ്ട്. അവര് SFIയുടെ നയത്തിനും പരിപാടിക്കും വിപരീതമായി ഓരോന്ന് ചെയ്യുകയും നേതാക്കന്മാരെ ആക്ഷേപിക്കുകയും കൊരങ്ങന്റെ മുഷ്ടിയാണ്, മർക്കടന്റെ മുഷ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയൊക്കെ ചെയ്യാണ്. ആക്ഷേപിച്ചാൽ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ആ നിലയിൽ വന്നിട്ട് വേണം ഞാൻ ആക്ഷേപിച്ചാണോ? അപ്പൊ ഇത്തരക്കാർ എവിടം വരെ കയറി എന്നുള്ള ഞാൻ പറയും.
ഒരു താക്കീതും കൊടുത്തിട്ടില്ല. ഇല്ല, താക്കീത് കൊടുക്കാൻ അതാണ് നല്ലത്. പറയേണ്ടത് പറഞ്ഞല്ലോ, ആൾക്കാർക്ക് മനസ്സിലായില്ല. ഈ സുധാകരനെ പോലൊരാളെ കുറിച്ച് ഇങ്ങനെ പലതരത്തിൽ ആക്രമണം നടത്തുമ്പോൾ പാർട്ടിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ പിന്തുണ പുറത്തു നിന്നാണ് കിട്ടുന്നത്. പിന്തുണ എന്ന് പറഞ്ഞാൽ പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഓർഗനൈസേഷൻ മാത്രമാണ്. അതിനകത്ത് 4-5 ലക്ഷം ആളുകളുണ്ട്. 350 ലക്ഷം ആളുണ്ട് കേരളത്തിൽ. അവരുടെ പിന്തുണയല്ലേ പാർട്ടി നിലനിൽക്കും. അല്ല, പാർട്ടി ഇലക്ഷൻ നിൽക്കുന്ന ഈ പിന്തുണ തേടാനുണ്ട്. അതൊക്കെ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഇതൊന്നും ഒരു പ്രശ്നമില്ല.